നമസ്തേ. പുതുവത്സരാശംസകൾ. പുതുവത്സരം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പുതിയൊരു വർഷം. എല്ലാവരുടെയും മനസ്സിൽ പുതിയ വർഷം എന്ന് പറഞ്ഞാൽ, ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കി, അങ്ങനല്ലേ നമ്മൾ വിചാരിക്കുന്നത്? പക്ഷേ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? ഒരു വർഷം മുഴുവനുമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പുസ്തകം പോലെയാണത്. പുസ്തകം എടുത്ത് നമുക്ക് തോളയിലോ കക്ഷത്തോ ബാഗിലോ ഒക്കെ വെക്കാം. പക്ഷേ പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതിലെ ഓരോ ചാപ്റ്ററും, ഓരോ താളും, അതിൻ്റെ ഓരോ വരിയും, അതിൻ്റെ ഓരോ സെൻറ്റൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാം കൂടെ ചേരുന്നതാണ് ആ പുസ്തകം. ഇവിടെ ഈ ഒരു വർഷം മുഴുവനും ഫലവത്താക്കാനുള്ള ഒരു ഉപാധി തീർച്ചയായും നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. എന്താണ് പുതുവത്സരത്തിൽ നിങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിന് തുടക്കമായല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ വിചാരിച്ചിട്ട് നടക്കാതെ പോയതിനെക്കുറിച്ച് ഒരു വിചിന്തനം നടത്തണം. എന്തായിരിക്കും അത് നടക്കാതെ പോയത്? ഫ്ലോപ്പായത് എന്തുകൊണ്ടാണ്? മറ്റൊന്ന്, നമ്മൾ തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തീകരിക്കാൻ പറ്റാതെ പോയത്. ഇപ്പോഴും നടക്കുന്നുണ്ട്, എവിടെയാണ് പ്രശ്നം കിടക്കുന്നത്? അത് തന്നെ ചിന്തിക്കണം. മനുഷ്യ മനസ്സിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രതിസന്ധികളുണ്ട്. അതൊന്ന് ഇനേർഷ്യയാണ്. ചെയ്തുകൊണ്ടേ ഇരിക്കാനും നിന്നുപോയത് തുടങ്ങാനും ഉള്ള പ്രതിസന്ധിയാണത്. അപ്പോൾ ഒന്നങ്ങ് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് തുടങ്ങിയെടുക്കാൻ വളരെ പ്രയാസമാണ്. അതുപോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇട്ടിട്ട് പോകാനും ഇൻകംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത നമ്മളിലുണ്ട്. ഇത് രണ്ടും നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ പ്രതിസന്ധികൾ തന്നെയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് അതിജീവിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇട്ടുപോയതും വഴിമുട്ടിപ്പോയതുമായ എന്തെങ്കിലുമൊക്കെ പദ്ധതികളുണ്ടെങ്കിൽ അതൊന്നുകൂടെ എടുത്തൊന്ന് നോക്കണം. ഒരു പക്ഷേ അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല, പക്ഷേ അതിൽ നല്ല പാഠങ്ങൾ കാണും. എന്തുകൊണ്ടാണ് അത് നിർത്തിയിട്ട് പോയത്, ഡിസ്കണ്ടിന്യൂ ചെയ്തത് എന്തുകൊണ്ടാണ്, അത് നമ്മൾ പഠിക്കാനിടയാവും. അത് വെച്ചിട്ട് ഒരു പക്ഷേ അതോ അല്ലെങ്കിൽ പുതിയതുമായ പദ്ധതികൾ നമുക്ക് രൂപപ്പെടുത്താം. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതിൻ്റെ പൂർണ്ണ രൂപം അത് പൂർത്തീകരിക്കുമ്പോൾ എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ച് നല്ല പദ്ധതികൾ വേണം. എന്തായാലും ഈ ഒരു ദിവസത്തെ മുഴുവനായി നമ്മളത് എടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പ്രഭാതത്തിൽ ഒരാൾ തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ പുതുവത്സരത്തിലൊന്ന് അറിയുന്നത് നല്ലതാണ്. അതായത് നമുക്ക് രാവിലെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നുന്നത് ചെറിയൊരു പ്രാർത്ഥനയാണ്. അത് വലിയ ഭക്തിയൊന്നും കൊണ്ടോ അല്ലെങ്കിൽ ഒരു മതപരമായോ മാത്രം ഞാൻ പറയുന്നതല്ല, മറിച്ച് മനുഷ്യൻ്റെ മനസ്സൊന്ന് ശാന്തമാകാൻ, ഈ ഉറക്കത്തിൽ നിന്ന് ഭൗതികയിലേക്കൊന്ന് ഉണരാൻ, ആന്തരികവും ബാഹ്യവുമായ ഒന്ന് കൂട്ടിച്ചേർക്കാൻ പ്രാർത്ഥന ഒരു കരുത്താണ്. അതിനോടൊപ്പം വരേണ്ടതാണ് ശാരീരികമായ ഒരു അഭ്യാസം എന്ന് പറയുന്നത്. നല്ലൊരു എക്സർസൈസ് ചെയ്യുക, ഒന്ന് ഓടുക, അല്ലെങ്കിൽ ഒരു ജോഗിങ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചൊരു യോഗയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ആത്മീയതയോട് ചേർന്ന് തന്നെ ആരോഗ്യം വരികയാണ്. നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ ലോകത്ത് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെയാണ് അയാളുടെ മാനസികമായ കരുത്ത്. അതിനോട് ചേർന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കുക. മനസ്സിന് ശരീരത്തിന് ഉന്മേഷവും ഉണർവും ലഭിക്കത്തക്ക രീതിയിലുള്ള ക്വാളിറ്റിയുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ തരുന്ന, ആശയങ്ങൾ തരുന്ന പുസ്തകങ്ങളും മെഡിറ്റേഷനും ഒക്കെ നമുക്ക് സഹായകമാണ്. അപ്പോൾ ശരീരത്തെ നമ്മൾ ഫീഡ് ചെയ്യുന്നത് പോലെ തന്നെ മനസ്സിനെ ഫീഡ് ചെയ്യാൻ ഇതൊക്കെ ഉപകരിക്കും. ശരീരത്തിന് ഫീഡ് ചെയ്യുന്നത് പ്രധാനമാണല്ലോ. അത് പ്രഭാത ഭക്ഷണം ഒത്തിരി താമസിപ്പിക്കേണ്ട. എഴുന്നേറ്റ് 1-1.5 മണിക്കൂറിനകം നമുക്ക് പ്രഭാത ഭക്ഷണം ലഘുവായിട്ടെങ്കിലും കഴിക്കാൻ ശ്രമിക്കണം. ഒത്തിരി കഴിച്ചിട്ട് തുടർന്നുള്ള പരിപാടികൾ അസ്വസ്ഥമാക്കണ്ട. എങ്കിലും കഴിക്കാതിരിക്കുന്നതിനെയൊക്കെ കഴിക്കുന്നതന്നെയാണ് മെച്ചം. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? നല്ല പ്രാർത്ഥന, നല്ല എക്സർസൈസ് പോലെയുള്ള ഭൗതികമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ മാനസികമായ കരുത്ത്, മെഡിറ്റേഷനും അതുപോലെയുള്ള വായനയുമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായി നിങ്ങളോട് പറയട്ടെ. പദ്ധതി തയ്യാറാക്കണം. ആ ഒരു ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. ഇന്നലെ നമ്മളത് പ്ലാനിങ്ങിൻ്റെ ഭാഗമായി നോക്കി വെച്ചിട്ടുണ്ട്. നാളത്തെ കാര്യം ഇന്നാണ് പ്ലാനിങ് ചെയ്യേണ്ടത്. ഇന്നത്തെ കാര്യവും സുവ്യക്തമായി നമ്മുടെ മുമ്പിലുണ്ടാവണം. നമ്മൾ നല്ല പദ്ധതികൾ തയ്യാറാക്കി
അതിനെ പ്രയോറിറ്റൈസ് ചെയ്തില്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ പൊന്തി വരും, അതിന് പ്രാധാന്യമേറും. അത് നമ്മൾ ആദ്യമൊക്കെ ചെയ്യും, എളുപ്പമാണല്ലോ ചെയ്യാൻ. ചിലപ്പോൾ അലസമായി പത്രം വായിക്കുന്നത്, ചില മൊബൈലൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ചിലപ്പോഴേ റിമോട്ട് എടുത്ത് ടി വിയുടെ നേർക്കൊന്ന് കാണിക്കുന്നു, അറിയില്ല 1-2 മണിക്കൂറൊക്കെ അങ്ങനെ അങ്ങ് പോയെന്നിരിക്കും. അതുകൊണ്ട് ഏറ്റവും ലീസ്റ്റായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് കടന്നു വരാതിരിക്കാൻ ഉന്നതമായ ഉദാത്തമായ കാര്യങ്ങൾ, പദ്ധതികൾ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ചേർത്ത് പറയട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പെയിൻ വരും. ഒരു വർക്കിലേക്ക് നമ്മൾ തിരിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെയിനും വരും, പ്രോബ്ലവും വരും. ഇത് രണ്ടും ഇല്ലെന്ന് വിചാരിച്ചാലും ഒന്നിലേക്കും പ്രവേശിക്കേണ്ട. പക്ഷെ ഒരു ഉൾക്കരുത്ത് കൊണ്ട്, ആ പദ്ധതിയോടുള്ള ആഴമായ സ്നേഹം കൊണ്ട്, അത് ഉരുത്തിരിഞ്ഞ് വന്ന് അത് അവസാനമായി നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റിനോടുള്ള നമ്മുടെ ഉത്സാഹം കൊണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു ദിവസത്തെ നമ്മളിങ്ങനെ ക്രമീകരിക്കുമ്പോൾ നല്ല പദ്ധതികൾ വരട്ടെ, അതൊരു ശീലമാക്കാൻ നമുക്ക് സാധിക്കും. ഈ പദ്ധതി തയ്യാറാക്കുന്നതിനോടൊപ്പം ചേർത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവാലുവേഷനാണ്. എത്രത്തോളം നമ്മൾ ഇന്നലെ ചെയ്തു, ഇന്നത്തെ പദ്ധതികൾ ചെയ്തു തീർത്തതിനെ ഇന്ന് തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേഷൻ കൊണ്ടത് ഉദ്ദേശിക്കുന്നത് പെർഫെക്ഷൻ ആയോ എന്നുള്ളതല്ല, മറിച്ച് നമുക്കിനി എത്രത്തോളം കറക്ഷൻസ് അതിൽ വരുത്തേണ്ടതുണ്ട് എന്നുള്ളൊരു ധാരണ നമുക്ക് അത് നൽകും എന്നുള്ളതാണ്. ഇനി മുന്നോട്ട് പോകട്ടെ. നമുക്ക് വളരെ പ്രധാനമായിട്ട് റിലേഷൻഷിപ്പ്, ഒരു ദിവസത്തിൽ ആരെയെങ്കിലുമൊക്കെ ഫോൺ ചെയ്യണം. നമുക്ക് നല്ല സപ്പോർട്ട് തരുന്ന ക്വാളിറ്റിയുള്ള ബന്ധങ്ങൾ. നമ്മൾ നല്ല പദ്ധതികൾ തയ്യാറാക്കി വിജയം ലക്ഷ്യം വയ്ക്കുമ്പോഴത്തേക്ക് അത് ഫ്ലോപ്പ് ആവുന്നതിൽ പ്രധാനപ്പെട്ടൊരു കാരണം നമ്മുടെ റിലേഷൻഷിപ്പാണ്. അതിന് സഹായകമാകുന്ന ബന്ധങ്ങളല്ല നമുക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടെ റീതിങ്ക് ചെയ്ത് ക്വാളിറ്റി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതർവൈസ് അങ്ങനെയുള്ള ബന്ധങ്ങളല്ലെങ്കിൽ നമുക്കതിനെ അതൊക്കെ ഡിറ്റാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് അതിനെ തകർത്തുകളയൊന്നും വേണ്ട, മറിച്ച് നല്ല ബന്ധങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ ഗുണകരമല്ലാത്ത ബന്ധങ്ങളെല്ലാം കട്ട് ഓഫ് ആയിക്കോളും. വീണ്ടും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ സാമ്പത്തികം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ തൊഴിൽ മെച്ചമാണോ, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭാവിയിൽ സാമ്പത്തിക ഭദ്രത കിട്ടുന്നതാണോ, അത്തരത്തിലുള്ള ചിന്തകൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇപ്പോൾ സാമ്പത്തിക മേഖല ചെയ്യുന്ന വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം അങ്ങനെയാണെങ്കിലും, അതല്ല തൊഴിൽപരമായിട്ടാണെങ്കിലും ഭാവിയിൽ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഓരോ ദിവസവും സാധിക്കേണ്ടതുണ്ട്. തൊഴിൽ ചെയ്യുന്നവരെ നമുക്കെടുക്കാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരെ എടുക്കാം. ആ ചെയ്യുന്ന കാര്യത്തിലൂടെ ഇപ്പം നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് അത് വരും കാലങ്ങളിൽ ലഭിക്കുമോ, അല്ലെങ്കിൽ വരും കാലങ്ങളിൽ കുറച്ചുകൂടെ സാമ്പത്തിക ആവശ്യങ്ങൾ വരുന്ന ജീവിതക്രമമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചുകൂടെ ഏൺ ചെയ്യേണ്ടതുണ്ട്. അതിവിടെ ഒരു ആവശ്യമാണ്. അപ്പം അതുകൂടെ ലക്ഷ്യം വെച്ചുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാൻ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നമുക്കുണ്ടാവണം. അതും ഡേ ടു ഡേ ലൈഫിൽ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ശരിക്കും ഒരു വർഷം നമ്മുടെ മുമ്പിൽ വരുന്നത്. അത് പെട്ടെന്നൊന്ന് പദ്ധതി തയ്യാറാക്കി ഈ ന്യൂ ഇയർ എന്ന് പറയുന്ന ഒരു ദിവസത്തെ ഉദ്ദേശമല്ല. എൻ്റെ ഇയർ ഈസ് കൺസിഡർ ആസ് 1 year ന്യൂ ഇയർ. താങ്ക് യു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമസ്തേ.